ഹായ്, എന്തെന്ന് തൊടിയിൽ പാടത്ത് നോക്കി ഇരുന്നുണ്ടാവൂലേ? ഇത് പറിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഇതെന്താണ്? കഞ്ഞിത്തൂവയാണ്. കഞ്ഞിത്തൂവ, തൂവേൻ്റെ ഇല എന്നൊക്കെ പറയും, ഞങ്ങൾ അങ്ങനെ പറയുക. ചിലർ ചൊറിയണമെന്ന് പറയണ കേട്ടിട്ടുണ്ട്. അപ്പോൾ അത് പറിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. അതിലേക്ക് വേണ്ടിയിട്ട് ഇവിടെ ഇറങ്ങിയപ്പോൾ ഇവിടെ കുറച്ച് ചീരമുളക് കണ്ടിട്ടുണ്ട്, അതും കൂടിയും പറിക്കട്ടെ. ഇവിടെ മുറ്റത്തിൻ്റെ തിണ്ടത്തു കൂടി ഉണ്ട്. അപ്പോൾ കൈമ അതിൻ്റെ നീരും പൂവൊന്നും തട്ടാതെ നമുക്ക് എടുക്കാം. വീടിൻ്റെ തൊടി കൂടെ ഉള്ളതൊക്കെ ഞങ്ങൾ പറിച്ചിട്ടുണ്ട്. അപ്പോൾ പാടത്തേക്ക് ഇറങ്ങിയതാണ്. ഇത് കുറച്ചധികം വേണം, ഇല്ലെങ്കിൽ കുറച്ച് വെന്ത് കഴിഞ്ഞ് കുറച്ചേ ഉണ്ടാവുള്ളൂ. നന്നായിട്ട് ചുരുങ്ങിപ്പോവും ഇല. ഇതിൻ്റെ നീരും പൂവൊക്കെ തട്ടാതെ ശ്രദ്ധിച്ചെടുത്താൽ മതി. ഇപ്പോൾ ചൊറിയൊന്നുമില്ല. പിന്നെ എടുക്കുമ്പോൾ തന്നെ പുഴുവൊക്കെ ഉണ്ടോ മണ്ണൊക്കെ ഉള്ളതൊക്കെ നോക്കി എടുത്താൽ മതി. അതാ ഇത്ര ഇല കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് കഴുകിയെടുക്കണം. അത് നന്നായിട്ട് ഇങ്ങനെ കഴുകിയാൽ മതി. കൈ കൊണ്ടാക്കിയാലാണ് ചൊറിയുക. അപ്പോൾ ഇങ്ങനെ കയ്യിലോണ്ട് അതാണ് ഇങ്ങനെ ആക്കണത്. അപ്പോൾ ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ്. അധികം പൊടിയൊന്നും ഇല്ലാതെ നോക്കിയെടുത്തതാണ്. അതുകൊണ്ട് ഇത്ര കഴുകിയാൽ മതി. അല്ലെങ്കിൽ നമുക്ക് നല്ലതായിട്ട് ഒന്നും കൂടിയും കഴുകേണ്ടി വരും. നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. നമുക്ക് കറി വയ്ക്കാൻ നോക്കാം, കറി ഉണ്ടാക്കാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് കഞ്ഞിവെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് സാദാ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. അതിക്ക് വേണ്ടിയിട്ട് ചീരമുളക് എടുത്തിട്ടുണ്ട്, അതൊന്ന് ചതച്ചിടാം. കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അടുപ്പ് കത്തിച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ, എന്നിട്ട് നമുക്ക് ഇല ഇട്ട് കൊടുക്കാം. വെള്ളം തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഉപ്പും എരിവൊക്കെ നോക്കാം. എരിവുണ്ട്, ഇത്തിരി ഉപ്പിൻ്റെ കുറവുണ്ട്. ഇത്തിരി ഉപ്പിട്ടിട്ടുണ്ട്. ഇനി ഇല ഇട്ട് കൊടുക്കാം. കറി ഇതാ റെഡി ആയിട്ടുണ്ട്. ഇനി തീ ഓഫ് ആക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും തുളിച്ചാൽ തൂവേൻ്റെ ഇലക്കറി റെഡി ആയിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്.
തൂവേൻ്റെ ഇല കറി റെഡി ആയിട്ടുണ്ട്. ഇനി അത് കൂട്ടി ചോറ് കഴിക്കാം. അല്ലുവിൻ്റെ പ്ലേറ്റ് ഉണ്ടോ? കറി വേണം. ചോറിൽ ഇങ്ങനെ കുറേ കറി ഒഴിച്ചാണ്ട് കഴിക്കണം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. വീഡിയോ കണ്ട് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബായ്.